ആലുവ രക്തബാങ്കിൽ രക്തത്തിൽ നിന്നും പ്ലേറ്റ്ലേറ്റുകൾ വേർതിരിക്കുന്ന യന്ത്രം പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഏറ്റവും കാലികമായിട്ടുള്ള പുതിയ പരിഷ്കാരങ്ങൾ, പുതിയ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തി ഈ രംഗത്ത് ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന ഒരു ബ്ലഡ് ബാങ്കായി നമ്മുടെ ഈ ആലുവ ആശുപത്രിയുടെ ചേർന്ന ബ്ലഡ് ബാങ്കിനെ മാറ്റിയെടുക്കാനുള്ള പരിശ്രമങ്ങളാണ് പ്രിയപ്പെട്ട ഡോക്ടർ വിജയകുമാർ നടന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തോട് ജോബിച്ചത് പറഞ്ഞതുപോലെ ഈ രംഗത്ത് ഇന്ന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഡോക്ടറാണ് നമ്മുടെ വിജയകുമാർ സാർ. അദ്ദേഹത്തിന്റെ ഓരോ ദിവസവും പുതിയ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി രക്തദാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. നമുക്ക് ഇനിയിപ്പോ നാറ്റ്പാറ്റ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമുക്ക് ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതിലേക്കുള്ളൊരു ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ഒരു ആശുപത്രി എന്ന നിലയിൽ ജില്ലാ പഞ്ചായത്ത് ആലുവ ആശുപത്രിക്ക് വേണ്ടി പരിപൂർണമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ വിവിധങ്ങളായ വികസന പദ്ധതികൾ നമ്മുടെ ഈ ആശുപത്രിയിൽ നമ്മൾ ഫണ്ട് മാറ്റിവെക്കുകയും അത് സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മൾ ഈ ഒരു വർഷത്തേക്ക് വേണ്ടി ഒരുപാട് വികസന പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് തീരുമാനമെടുത്ത് അതെല്ലാം സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള പരിശ്രമവുമായി മുന്നോട്ട് പോകുന്ന വേളയിൽ നമ്മുടെ ഈ ബ്ലഡ് ബാങ്കിന്റെ ഏറ്റവും നവീനമായ ഒരു പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത് നമുക്കെല്ലാം വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് രക്തത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് കാലഘട്ടത്തിൽ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സംവിധാനം ഉണ്ടാക്കുന്നത് പറയുന്നത് നമുക്കെല്ലാം വലിയ അഭിമാനമാണ്. ജില്ലാ പഞ്ചായത്ത് വൈസ് ചെയർമാൻ LC ജോർജ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NJ ജോമി, നഗരസഭാ ചെയർമാൻ MO ജോൺ, നഗരസഭാംഗം PP ജെയിംസ്, ഡോക്ടർ N രാധാകൃഷ്ണൻ, ഡോക്ടർ N വിജയകുമാർ, ഡോക്ടർ വീണ ഷേനായി, ഡോക്ടർ സ്മിജി ജോർജ് എന്നിവർ സംസാരിച്ചു. ആലുവ ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെൻറ്ററിൽ FRSനുള്ള സൗകര്യങ്ങൾ ഇന്ന് തുടങ്ങുകയാണ്. 2018 ലൈസൻസ് ലഭിച്ചതാണ്. FRS എന്ന മെഡിക്കൽ പ്രക്രിയയിൽ ശരീരത്തിൽ നിന്നും വേർതിരിക്കുന്ന രക്തത്തിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രക്രിയയാണ്. ഈ പ്രക്രിയയ്ക്ക് ഉള്ള ഗുണം ഒരു ദാതാവ് പ്ലേറ്റ്ലേറ്റുകൾ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന പ്ലേറ്റ്ലേറ്റ് ഫെറേസിസ് ലൈസൻസ് നേരത്തെ ലഭിച്ചതാണ്. രക്തദാനം ചെയ്യുമ്പോൾ ഒരാളിൽ നിന്ന് 1 യൂണിറ്റ് പ്ലേറ്റ്ലേറ്റ് ആണ് ലഭിക്കുന്നതെങ്കിൽ പുതിയ യന്ത്രത്തിലൂടെ ഒരാളിൽ നിന്ന് 6 മുതൽ 8 യൂണിറ്റ് വരെ ലഭിക്കുമെന്ന് രക്തബാങ്കിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ N വിജയകുമാർ ദാതാക്കളെ അന്വേഷിച്ച് ഓടി നടക്കേണ്ട അത്യാവശ്യം വരുന്നില്ല. ദാതാവിന് ഉള്ള റിക്വയർമെൻറ്റ്സ്, രക്തദാനത്തിനുള്ള റിക്വയർമെന്റ്സ് തന്നെയാണ് FRS. സാധാരണ രീതിയിൽ രക്തദാനത്തിന് ശേഷം രക്തത്തിൽ നിന്ന് പ്ലേറ്റ്ലേറ്റുകൾ വേർതിരിച്ചെടുക്കുകയാണ് പതിവ്. ഫെറോസിസ് പ്രക്രിയയിലൂടെ രക്തത്തിൽ നിന്ന് നേരിട്ട് പ്ലേറ്റ്ലേറ്റുകൾ വേർതിരിച്ചെടുക്കുവാൻ കഴിയും. എലിപ്പനി, ഡെങ്കിപ്പനി പോലെ ചില രോഗങ്ങൾ ബാധിച്ചവർക്ക് പ്ലേറ്റ്ലേറ്റുകൾ ആവശ്യമാണ്. 50 കിലോയിൽ കൂടുതൽ തൂക്കവും 12.5 ഹീമോഗ്ലോബിനും 3 lakhs പ്ലേറ്റ്ലേറ്റ്സും ഉള്ളവരുടെ നിന്നാണ് നമ്മളിത് എടുക്കുന്നത്. പുരുഷന്മാരെയാണ് നമ്മൾ ഇക്കാര്യത്തിന് പ്രിഫർ ചെയ്യുന്നത്. ഒരു തവണ പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്താൽ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പ്ലേറ്റ്ലെറ്റ്സ് നൽകാൻ പറ്റും. ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ദാതാവ് 1.5 മണിക്കൂർ ആ മെഷീനിൽ കിടക്കണം എന്നുള്ളതാണ്. 2, ഇതിൻ്റെ കിറ്റിന് 8500 രൂപ വില വരും എന്നുള്ളതാണ്. അപ്പോൾ സിംഗിൾ ഡോണർ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ നൽകുന്ന പ്രോഡക്റ്റിന്
ഏറ്റവും കുറഞ്ഞത് ഒരു 9,500 രൂപയെങ്കിലും ചാർജ് ചെയ്തെങ്കിൽ മാത്രമേ കിറ്റ് കോസ്റ്റ് നമുക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രോഗിയെ സംബന്ധിച്ചിടത്തോളം 6-8 പേരുടെ ശരീരത്തിൽ നിന്നുള്ള പ്രോട്ടീൻസിന് പകരം ഒരാളുടെ ശരീരത്തിലെ പ്രോട്ടീൻസ് മാത്രമേ കയറുന്നുള്ളൂ എന്നതുകൊണ്ട് റിയാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ സൗകര്യം സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലുണ്ട്. ഹെൽത്ത് സർവീസിൽ ആദ്യമായി ലൈസൻസ് കിട്ടിയത് ആലുവയ്ക്കാണ്. ഇന്ന് ബഹുമാനപ്പെട്ട MLA ശ്രീ അൻവർ സാദത്ത് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മൂത്തേടനാണ് അധ്യക്ഷം വഹിക്കുന്നത്. നഗരസഭാധ്യക്ഷൻ ശ്രീ MO ജോൺ മുഖ്യ അതിഥിയായിരിക്കും. മറ്റ് ബ്ലഡ് ബാങ്ക് ഭാരവാഹികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്ലഡ് ബാങ്കിനെ പറ്റി ഇതിൻ്റെ സെക്രട്ടറി ഡോക്ടർ രാധാകൃഷ്ണൻ വിശദീകരിക്കും. ആലുവ ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെൻറ്ററിൽ FRSSനുള്ള സൗകര്യങ്ങൾ ഇന്ന് തുടങ്ങുകയാണ്. 2018 ലൈസൻസ് ലഭിച്ചതാണ്. FRSS എന്ന മെഡിക്കൽ പ്രക്രിയയിൽ ശരീരത്തിൽ നിന്നും വേർതിരിക്കുന്ന രക്തത്തിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രക്രിയയാണ്. ഈ പ്രക്രിയയ്ക്ക് ഉള്ള ഗുണം ഒരു ദാതാവിൽ നിന്ന് തന്നെ നമുക്ക് 6 മുതൽ 8 വരെ പ്ലേറ്റ്ലെറ്റ്സ് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സാധാരണ രക്തദാനത്തിൽ ഒരു രക്തദാതാവ് ഇതിൽ ദാതാവിന് ഉള്ള റിക്വയർമെൻറ്റ്സ്, രക്തദാനത്തിനുള്ള റിക്വയർമെൻറ്റ്സ് തന്നെയാണ് FRSSനും വേണ്ടത്. 50 കിലോയിൽ കൂടുതൽ തൂക്കവും 12.5 ഹീമോഗ്ലോബിനും 3 lakhs പ്ലേറ്റ്ലെറ്റ്സും ഉള്ളവരുടെ നിന്നാണ് നമ്മളിത് എടുക്കുന്നത്. പുരുഷന്മാരെയാണ് നമ്മൾ ഇക്കാര്യത്തിന് പ്രിഫർ ചെയ്യുന്നത്. ഒരു തവണ പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്താൽ
ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പ്ലേറ്റ്ലെറ്റ്സ് നൽകാൻ പറ്റും. ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ദാതാവ് 1.5 മണിക്കൂർ ആ മെഷീനിൽ കിടക്കണം എന്നുള്ളതാണ്. 2, ഇതിൻ്റെ കിറ്റിന് 8500 രൂപ വില വരും എന്നുള്ളതാണ്. അപ്പോൾ സിംഗിൾ ഡോണർ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ നൽകുന്ന പ്രോഡക്റ്റിന് ഏറ്റവും കുറഞ്ഞത് ഒരു 9500 രൂപയെങ്കിലും ചാർജ് ചെയ്തെങ്കിൽ മാത്രമേ കിറ്റ് കോസ്റ്റ് നമുക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കൂ. രോഗിയെ സംബന്ധിച്ചിടത്തോളം 6-8 പേരുടെ ശരീരത്തിൽ നിന്നുള്ള പ്രോട്ടീൻസിന് പകരം ഒരാളുടെ ശരീരത്തിലെ പ്രോട്ടീൻസ് മാത്രമേ കയറുന്നുള്ളൂ എന്നതുകൊണ്ട് റിയാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ സൗകര്യം ഒരു മുടങ്ങിക്കിടന്നിരുന്ന ബ്ലഡ് ബാങ്ക്, ഒരു മുറി മാത്രമുള്ള ഒരു ബ്ലഡ് ബാങ്ക് 1997 ഒരു വിപുലീകരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സുപ്രീം കോർട്ടിൻ്റെയും ഓർഡർ അനുസരിച്ചുള്ള റിവൈസ്ഡ് പ്രോഗ്രാം അനുസരിച്ച് ബ്ലഡ് ബാങ്കിൻ്റെ എല്ലാ സൗകര്യങ്ങളും കൂടി തുടങ്ങുവാൻ വേണ്ടിയിട്ട് IMAയും ഗവൺമെൻറ്റും ചേർന്നിട്ടുള്ള ഒരു സംരംഭമായി. ഇത് കേരളത്തിലെ 2ാമത്തെ സംരംഭമാണ് അങ്ങനെയുള്ള ഗവൺമെൻറ് പ്രൈവറ്റ്. അതൊരു ഗവൺമെൻറ്റിൻ്റെ ഗവർണറുടെ സ്പെഷ്യൽ ഓർഡർ വഴിയാണ് ഈ ബ്ലഡ് ബാങ്ക് ആരംഭിച്ചത്. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് എഫറസിസ് എന്നുള്ള ഇത് ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമുള്ള ഒരു പ്രക്രിയയാണ്. അതായത് പണ്ട് നമ്മൾ ഒരു 8 യൂണിറ്റ് വേണമെങ്കിൽ 8 ആൾക്കാർ ദാതാക്കളിൽ നിന്ന് കിട്ടുന്ന ഇത് ഇപ്പം നമുക്ക് ഒരാളിൽ നിന്ന് തന്നെ 6 മുതൽ 8 യൂണിറ്റ് വരെ നമുക്ക് സംഘടിച്ച് ആ രക്തം തിരിച്ചു പോകുന്ന ഒരു പ്രക്രിയയാണ്.